പഴകിയ ഒരു കഥയാണ്. ഒരിക്കലൊരു കട്ടുറുമ്പ് ദാഹിച്ചു വലഞ്ഞ് ഒരു പുഴയുടെ അരികിലെത്തി. കട്ടുറുമ്പ് വെള്ളം കുടിക്കാനായി പുഴക്കരയിലേക്ക് നടന്നു. കരയിൽ വളർന്നു നിൽക്കുന്ന പുൽക്കൊടിയിൽ പിടിച്ചുകൊണ്ട് വെള്ളം കുടിക്കാനാഞ്ഞു. പെട്ടെന്ന് പിടിവിട്ട് ഉറുമ്പ് പുഴയിലേക്ക് വീണു. നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും ഉറുമ്പ് മരണവെപ്രാളത്തോടെ പതുക്കെ പതുക്കെ നീങ്ങിത്തുടങ്ങി. അകലെ ഒരു മരക്കൊമ്പിലിരുന്നൊരു പ്രാവ് ഈ കാഴ്ച കണ്ടു. ഉറുമ്പിനോട് അലിവ് തോന്നിയ പ്രാവ് മരത്തിൽ നിന്ന് ഒരു ഇല കൊത്തിയെടുത്ത് പുഴവെള്ളത്തിൽ ഉറുമ്പിന്റെ അടുത്തായിട്ടു. നിലയില്ലാ കയത്തിൽ ഒരു കച്ചിത്തുമ്പ് കിട്ടിയ ആശ്വാസത്തോടെ ഉറുമ്പ് ഇലയിൽ കയറിയിരുന്നു. ഇല പതുക്കെ പതുക്കെ നീങ്ങിത്തുടങ്ങി. കരയിലെത്തിയപ്പോൾ ഉറുമ്പ് പ്രാവിനോട് തന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു പ്രഭാതത്തിൽ ഉറുമ്പ് നടക്കാനിറങ്ങി. പരിസരം നിരീക്ഷിച്ച് വെറുതെ നടക്കുകയായിരുന്ന ഉറുമ്പ് ഒരു കാഴ്ച കണ്ടു. ഒരിക്കൽ തന്റെ ജീവൻ രക്ഷിച്ച പ്രാവിനെ ലക്ഷ്യം വെച്ച് ഒരു വേടൻ. ഒരു നിമിഷം ഞെട്ടിപ്പോയ ഉറുമ്പ് വേഗത്തിൽ ചെന്ന് വേടന്റെ കാലിലൊരു കടി. വേദന കൊണ്ട് വേടന്റെ ഉന്നം പിഴച്ചു. പ്രാവ് അകലേക്ക് പറന്നുപോയി. അങ്ങനെ ഒരു പ്രത്യുപകാരം ചെയ്ത ആശ്വാസത്തോടെ ഉറുമ്പ് വീണ്ടും നടന്നു തുടങ്ങി. കേട്ട് പഴകിയ ഒരു കഥയാണ്. പക്ഷേ സമകാലീന സമൂഹത്തിലൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ട വലിയ ഒരാശയം കൂടി തന്നെയാണിത്. കാരണം പലപ്പോഴും നമ്മൾ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നതിനെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. നാം എന്ത് കൊടുക്കുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ നാം അനുഭവിച്ച പലതിനും നാം പ്രത്യുപകാരം എന്താണ് കൊടുക്കുന്നത്. നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും നാം ചെയ്യാറുണ്ട്. പലപ്പോഴും പല രീതിയിൽ നാം യാചിക്കാറുണ്ട്. പക്ഷേ നാം മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നാം നേടിയതിനും നാം അനുഭവിച്ചതിനുമൊക്കെ പ്രത്യുപകാരമായിട്ട് നാം എന്താണ് നൽകിയിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, സ്നേഹത്തിൻ്റെ, പരസ്പരമുള്ള പങ്കുവയ്ക്കലിൻ്റെ, കൃതജ്ഞതയുടെ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മെ തേടിയെത്തട്ടെ. ഒന്നും മറക്കരുത്. കഴിഞ്ഞ വഴികളെ മറന്നുകൊണ്ടുള്ള യാത്രയാകരുത് നാളുകളിലേക്ക്. അതുകൊണ്ട് മറക്കേണ്ടത് മാത്രം മറക്കാം, ഓർക്കേണ്ടതിനെ ചേർത്ത് വയ്ക്കാം. നല്ലൊരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.